Hello guys, welcome back to Peak Time Learners. LBS MC Entrance Examination 2025 registration start ആയിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് മെയ് 22 ആണ്. അപ്പോൾ മെയ് 22 വരെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇതിലുള്ള ക്വാളിഫിക്കേഷൻ, പിന്നെ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ്, പിന്നെ ഫീസ് ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻസിനും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. UG ക്വാളിഫിക്കേഷനുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പോൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 50% ഓഫ് മാർക്സ് വേണം. ആൻഡ് റിസർവ്ഡ് കാറ്റഗറീസ് ആണെങ്കിൽ 45% ഓഫ് മാർക്സ് മതി. അപ്പോൾ ഈ മാർക്സ് റേഞ്ചുള്ള എല്ലാവർക്കും തന്നെ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൽ 3 ടൈപ്സ് ഓഫ് കോളേജസ് ആണുള്ളത്. ഗവൺമെൻറ് കോളേജ്, എയ്ഡഡ് കോളേജ് ആൻഡ് സെൽഫ് ഫിനാൻസിങ് കോളേജസ്. ഇങ്ങനെ 3 ടൈപ്സ് ഓഫ് കോളേജസ് ആണുള്ളത്. ഗവൺമെൻറ് കോളേജസ് ആണെങ്കിൽ ഫീസ് എല്ലാം വളരെ കുറവായിരിക്കും. പിന്നെ എയ്ഡഡ് ആണെങ്കിൽ അതിനേക്കാളും കൂടുതലായിരിക്കും. സെൽഫ് ഫിനാൻസിങ് ആണെങ്കിൽ ഫുള്ളി മാനേജ്മെൻ്റ് ആണ്. ആൻഡ് ഇതിൽ കേരളൈറ്റ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് അതിലുള്ള റിസർവേഷൻസിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. നോൺ കേരളൈറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ റിസർവേഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തിങ് ഇതിൽ ആവശ്യം വരുന്നത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ അക്കാഡമിക്കിൽ 45% ഓഫ് മാർക്സ് വേണം റിസർവ്ഡ് കാറ്റഗറീസ് ആണെങ്കിൽ. അല്ലാത്ത സ്റ്റുഡൻസിന് 50% ഓഫ് മാർക്സ് വേണം. പിന്നെ റിസർവേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ്, എയ്ഡഡ്, സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഇതിലുള്ള ഇതാണ്. ഇപ്പോൾ ഗവൺമെൻറ്റും എയ്ഡഡ് കോളേജസൊക്കെ ആണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 50% ഓഫ് സീറ്റ്സാണ് അവർ എടുക്കുന്നത്. ബാക്കി 50% ഓഫ് സീറ്റ്സ് റിസർവേഷനാണ്. ഇതിൽ സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് കോളേജസിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 3 ഗവൺമെൻറ് കോളേജസ് ആണുള്ളത്. ഈ ഇയർ വേറെ എന്തെങ്കിലും ആഡ് ആയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഗവൺമെൻറ് കോളേജസിലൊക്കെ കിട്ടണമെങ്കിൽ മാക്സിമം 150 അതിൻ്റെ അകത്ത് റാങ്ക് വേണം, എന്നാലേ നമുക്ക് മെറിറ്റിൽ കിട്ടത്തുള്ളൂ. പിന്നെ റിസർവേഷൻ ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, നമുക്ക് റിസർവേഷൻ വെച്ചിട്ട് കിട്ടും. അപ്പോൾ ഗവൺമെൻറ് കോളേജസിലൊക്കെ ആണെങ്കിൽ 50% ഓഫ് സീറ്റ്സ് മെറിറ്റിലും റാങ്ക് ബേസ്ഡും ബാക്കി 50% നമുക്ക് കാറ്റഗറി വൈസ് റിസർവേഷനാണ്. പിന്നെ സെൽഫ് ഫിനാൻസിങ് ഒക്കെ ആണെങ്കിൽ 60% ഓഫ് സീറ്റ്സ് സ്റ്റേറ്റ് മെറിറ്റിനും ബാക്കിയുള്ള സീറ്റ്സ് റിസർവേഷനാണ്. ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം 4 പ്രൊസീജിയറാണുള്ളത്, 4 സ്റ്റെപ്സാണുള്ളത്. അതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു തരാം. ഇപ്പോൾ ജസ്റ്റ് ഒരു റഫായിട്ട് മാത്രം പറയാം. ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത് ഇതിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യണം, ഫീ പേ ചെയ്യണം. ആൻഡ് ഇമേജസ്, നമ്മളുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ആക്കണം. ലാസ്റ്റ് പ്രിൻ്റ് എടുത്താൽ മതി. ഇത്രയും സ്റ്റെപ്സാണ് ഇതിലുള്ളത്. ആൻഡ് ഇതിന് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് SSLC സർട്ടിഫിക്കറ്റ്. അത് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ SSLC അല്ലെങ്കിൽ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുക്കാം. പിന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം. UGയുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ മാർക്ക് ലിസ്റ്റ് വേണം. ഇപ്പോൾ പാസ് ആവാത്തവരാണെങ്കിൽ, ചിലർക്ക് ഇപ്പോൾ എക്സാം നടക്കുന്നേ ഉള്ളൂ ചില യൂണിവേഴ്സിറ്റീസിലൊക്കെ. അപ്പോൾ മാർക്ക് ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി. നമുക്ക് അഡ്മിഷൻ ടൈമാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ആവശ്യം വരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇപ്പോൾ എഴുതുന്ന സെമസ്റ്ററിൻ്റെ ഹോൾ ടിക്കറ്റ് മതി. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാർക്ക് ലിസ്റ്റ് യൂസ് ചെയ്യാം. പിന്നെ നോൺ ക്രീമി ലെയർ വേണം. പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം. ദെൻ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ലിസ്റ്റ് ഇതിലുണ്ട്. ഇത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇതിൽ വാലിഡിറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോൺ ക്രീമി ലെയർ ആണെങ്കിൽ അതിൽ വാലിഡിറ്റി 1 ഇയറേ ഉള്ളൂ. അപ്പോൾ വാലിഡിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും മൈനോറിറ്റി സർട്ടിഫിക്കറ്റിനൊക്കെ 3 ഇയേഴ്സാണ് വാലിഡിറ്റി ഉള്ളത്. ദെൻ ഇൻകം സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 1 ഇയറാണ് വാലിഡിറ്റി ഉള്ളത്. ദെൻ ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ ഫീസ് ഉണ്ട്. ഫീസ് ആണെങ്കിൽ ഫോർ അതർ കാറ്റഗറീസ്, ജനറൽ കാറ്റഗറീസ് ആണെങ്കിൽ ഇൻക്ലൂഡിങ് SCBC ഇൻക്ലൂഡഡ് ആണെങ്കിൽ അതിൽ 1300 ആണ് ഫീസ് വരുന്നത്. ബാക്കി SC ആൻഡ് ST സ്റ്റുഡൻസിന് 650 റുപ്പീസാണ് ഫീസ് വരുന്നത്. ഓവറോൾ ജനറലി ഫീസ് 1300 ആണ്. ഇതിൽ SC ST സ്റ്റുഡൻസിന് മാത്രം കൺസെഷൻ ഉണ്ട്, അവർക്ക് 650 പേ ചെയ്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ദെൻ ഇതിലാണെങ്കിൽ സിലബസും കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ ഉള്ള സെയിം സിലബസ് ആണ് ഈ ടൈമും. സിലബസിൽ ചേഞ്ചസ് ഒന്നുമില്ല. കമ്പ്യൂട്ടർ സയൻസ്, മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ എബിലിറ്റി, ഇംഗ്ലീഷ് ആൻഡ് GK ഇതൊക്കെയാണ് വരുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ബേസ്ഡ് 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാത്സ് ബേസ്ഡ് 25 ക്വസ്റ്റ്യൻസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ബേസ്ഡ് 25 ക്വസ്റ്റ്യൻസ്, ഇംഗ്ലീഷ് ബേസ്ഡ് 15 ക്വസ്റ്റ്യൻസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 5 ക്വസ്റ്റ്യൻസ്. ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ്, 120 മാർക്സ് ആണ്. ആൻഡ് ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണുള്ളത്. ആൻഡ് ഇത് മോഡ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷ്. ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ ഇതിൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം.